10th സ്റ്റാൻഡേർഡ് മാത്സിലെ ഓണ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ 21st ടേം. ഇതിൻ്റെ 21st ടേം കണ്ടുപിടിക്കാനും ഈസ് 103 എ ടേം ഇൻ ദി സീക്വൻസ്. 103 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ നമ്പർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ സീക്വൻസ് ഇവിടെ എഴുതി വയ്ക്കാം. ഫസ്റ്റ് സീക്വൻസ് 4, 7, 10 എക്സെട്ര ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ്. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 7ഉം ഫസ്റ്റ് ടേം 4ഉം ആണ്. അപ്പോൾ സെക്കൻഡ് ടേം 7 മൈനസ് 4 ഫസ്റ്റ് ടേം 4 ഈസ് ഈക്വൽ ടു 7 മൈനസ് 4 ഈസ് 3. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് കിട്ടി. ഇതാണ് എ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത നോക്കാം. ഫൈൻഡ് ദ 21st ടേം. ഇങ്ങനെയാണെങ്കിൽ 21st ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 21st ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അടുത്തത് ബി an ഈസ് ഈക്വൽ ടു a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ എന്ത് ചെയ്യുക? 21st ടേം ആണെങ്കിൽ a21 ഈസ് ഈക്വൽ ടു a1 പ്ലസ് 21 മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ a1 എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 21 മൈനസ് 1 എന്ന് പറയുന്നത് 20 ഇൻറ്റു ഡി ഈസ് 3 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 20 ഇൻറ്റു 3 6 60. അപ്പോൾ 4 പ്ലസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. അപ്പോൾ 21st ടേം എന്ന് പറയുന്നത് 21st ടേം ഈസ് ഈക്വൽ ടു 64 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് 103 എ ടേം ഓഫ് ദി സീക്വൻസ്. 103 ഈ ഒരു സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം. an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇവിടെ an എന്ന് പറയുന്ന സ്ഥാനത്ത് 103 കൊടുക്കുക. 103 ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന്. ഇവിടെ n നമുക്കറിയില്ല, n ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? ഡി ഈസ് 3. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു 4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇനി ഇവിടെ n മൈനസ് 1 അവിടെ നിർത്തിയിട്ട് 4 പ്ലസ് 1 ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 103. ഈ പ്ലസ് 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 4 ആകും. അപ്പോൾ 103 മൈനസ് 4 എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ നമുക്ക് n മൈനസ് 1 ഇൻറ്റു 3 ഈസ് 99 എന്ന് കിട്ടും. ഇനി എന്താ? ഈ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതല്ലേ, ഇനി അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആക്കുക. അപ്പോൾ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 99 ഡിവൈഡഡ് ബൈ 3 ആകും. അപ്പോൾ 99 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 33 ആണ്. ദെൻ അപ്പോൾ n മൈനസ് 1 എന്ന് പറയുന്നത് 33 ആണ്. ഇനി അതിൽ നിന്ന് n കണ്ടുപിടിക്കാനായിട്ട് ഈ മൈനസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 1 ആകും. അപ്പോൾ 33 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 34. അപ്പോൾ nth ടേം എന്ന് പറയുന്നത് അതായത് 34th n ഈസ് ഈക്വൽ ടു 34 ആണ് നമുക്ക് കിട്ടിയത്. 34th ടേം ആണ് എന്ത്? 103 എന്ന് പറയുന്നത് ഈസ് എ 34th ടേം. A34 ആണ് എന്ത്? 103 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 112. വാട്ട് ഈസ് ദ സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം. അപ്പോൾ ഫോർത്ത് ടേം A4 ഫോർത്ത് ടേം ആണ് 112 ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 112 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ഈസ് 112, ദെൻ ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം. ഇതിൽ സെക്കൻഡ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും സം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഇതാണ് സിക്സ്ത് ടേം. ഈ രണ്ട് ടേംസിൻ്റെയും സം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം പ്ലസ് സിക്സ്ത് ടേം ആണ് ഇവിടുത്തെ സം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്. അപ്പോൾ 2 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത് 112. അപ്പോൾ 2 ഇൻറ്റു 112 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 112 ചെയ്യുമ്പോഴേക്കും നമുക്ക് 224 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേമിന് സിക്സ്ത് ടേമിന് സം എന്ന് പറയുന്നത് 224 ആണ്. ദെയർഫോർ സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് സിക്സ്ത് ടേം ഈസ് 224. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ 34th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ 34th ടേം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ
A34 ഈസ് ഈക്വൽ ടു, ഇവിടെ എ എന്ന് പറയുന്നത് 21 ആണ്. 21 പ്ലസ് 34th ടേം എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 34 കൊടുക്കണം. ദാറ്റ് ഈസ് 34 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത്, ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡി ഈസ് ഈക്വൽ ടു 32 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 32 മൈനസ് 21. 32 മൈനസ് 21 ഈസ് 11. അപ്പോൾ A34 ഈസ് ഈക്വൽ ടു 21 പ്ലസ് 34 മൈനസ് 1 ഇൻറ്റു 11 എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു 21 പ്ലസ് 34 മൈനസ് 1 ഈസ് 33 ഇൻറ്റു 11 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 63. അപ്പോൾ 21 പ്ലസ് 363, ദാറ്റ് ഈസ് 21 പ്ലസ് 363 എന്ന് പറയുമ്പോഴേക്കും 384 എന്ന് വരും. അതായത് 34th ടേം ഈസ് 384.